ചർച്ച ചെയ്യുന്ന സംഭവമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ്. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ വിശദമായ ചോദ്യം ചെയ്യാനാണ് നിലവിലെ പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. നെടുമങ്ങാട് കോടതിയിലാവും വെഞ്ഞാറമൂട് പോലീസ് ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഈ കഴിഞ്ഞ 8 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഇന്നലെയാണ് അഫാനെ പോലീസ് ജയിലിലേക്ക് മാറ്റിയത്. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് അഫാൻ പറയുന്നുണ്ട്. അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരു വ്യക്തമായ ഒരു മൊഴിയോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ ഒന്നും ലഭിച്ചിട്ടില്ല. അച്ഛൻ പറയുന്നത് ഈ പറയത്തക്ക സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ആ വീട്ടിലില്ലെന്ന് പറയുന്നു. എങ്കിൽ എന്തായിരുന്നു അഫാന്റെ ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? എന്തിന് ഇത്രയും പേര് അതിക്രൂരമായി കൊന്നു തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഇനി ഒരു കൺക്ലൂഷനിലേക്ക് പോലീസിന് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡി അപേക്ഷ നിർണായകമാകും. എപ്പോഴാകും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക? എന്താണ് പോലീസിന്റെ മുന്നോട്ടുള്ള നീക്കം? ഗുഡ് മോർണിംഗ് ബിനിൽ. ഗുഡ് മോർണിംഗ് സേതു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഫാനെ കസ്റ്റഡി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. നിലവിലും ഒരു വ്യക്തത പോലീസിനെ പൂർണ്ണമായി ഇതിലേക്ക് എത്തിയിട്ടില്ല. കാരണം അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴി പോലീസ് 2 തവണ എടുത്തു. ആദ്യം പ്രാഥമിക മൊഴി എടുത്തു, അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി. പക്ഷേ അഫാൻ പറഞ്ഞ പ്രകാരമുള്ള സാമ്പത്തിക ബാധ്യത ഇല്ല എന്നാണ് അബ്ദുൾ റഹീം പറയുന്നത്. അതുകൊണ്ട് തന്നെ അഫാന്റെയും പിതാവിൻ്റെയും മൊഴിയിൽ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. പക്ഷേ അഫാൻ പറയുന്നത് 65 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടായിരുന്നു, അത് വീട്ടാൻ സാധിച്ചിരുന്നില്ല. ബന്ധുക്കളോട് കടം ചോദിച്ചിരുന്നു. ഈ ലത്തീഫിനും ഇത്തരത്തിൽ പണം കടം ചോദിച്ചിരുന്നു. പക്ഷെ അത് നൽകാത്തതിലും കളിയാക്കിയതിലുമുള്ള വിരോധമാണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. ഇതിൽ കടബാധ്യത കുറച്ചുകൂടി ആത്മഹത്യയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ അതുണ്ടായില്ല. അതിനുശേഷമാണ് ക്രൂരമായി കൊലപാതകം നടത്തിയത് എന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. വിശദമായി ചോദ്യം ചെയ്യൽ ഇതിന് ആവശ്യമാണ്. കഴിഞ്ഞ 8 ദിവസമായി മെഡിക്കൽ കോളേജിലെ സെല്ലിൽ ചികിത്സയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ അഫാൻ എലിവിഷം കഴിച്ചിരുന്നു. അതിനുശേഷം ആരോഗ്യനിലയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആശുപത്രിയിൽ തുടർന്നത്. ഇന്നലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. അതിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലവിലില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന് ഇപ്പോൾ കഴിഞ്ഞ 8 ദിവസമായി ആശുപത്രിയിലായിരുന്നു. വൈകാതെ തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ, വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. അതുകൊണ്ട് വൈകേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരുപാട് ചോദ്യങ്ങൾ, അതിപ്പോ ഒരാളല്ല, കേരളക്കര ഒന്നാകെ ഈ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡി അപേക്ഷ വളരെ നിർണായകവുമാണ്. ശരി ബിനിൽ, ആ മുറയ്ക്ക് ബിനിലേക്ക് വീണ്ടും എത്താം.